ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ മുട്ട വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുലാവിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് കറികളൊക്കെ ഉണ്ടാക്കാൻ മടി തോന്നുന്ന ദിവസങ്ങളിൽ മുട്ട ഉണ്ടെങ്കിൽ ഒരുപാട് ചേരുവകളൊന്നും ചേർക്കാതെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പി. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. വളരെ കുറച്ച് എണ്ണ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി എണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഏകദേശം ഒരു 1/4 ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണിനടുത്ത് മുളക് പൊടിയും, പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് തന്നെ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി ഈ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നാൽ പുഴുങ്ങിയെടുത്തിട്ടുള്ള ഒരു 4 മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും കൂടുതൽ എടുക്കാം. പിന്നെ നിങ്ങൾക്ക് മുട്ടയുടെ മേലൊന്ന് വരഞ്ഞു കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് 2-3 മിനിറ്റ് നേരം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ മുട്ട ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരും. ഒരുപാട് സമയം നമ്മൾ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ അത് ഹാർഡായി പോവും. ഒരു 2-3 മിനിറ്റ് സമയം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഇതുപോലെ അടികട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. ഈ പാത്രം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ അതിനായിട്ട് സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഓയിലിന് പകരം നെയ്യ് എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ പകുതി നെയ്യ് പകുതി ഓയിൽ അങ്ങനെ എടുത്താലും മതി. ഇനി ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം പട്ട ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 ഏലക്കായ ചേർക്കാം. ഒരു 4-5 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ബേ ലീഫ് അല്ലെങ്കിൽ വഴനയില എന്ന് പറയും, അതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇനി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ ചെറിയ ജീരകമോ അല്ലെങ്കിൽ പെരുംജീരകമോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അത്രയും മസാലയാണ് ചേർക്കുന്നുള്ളൂ. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി മൂത്തിട്ട് നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു വലിയ സവാള ഇതുപോലെ സ്ലൈസസ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ 2 പച്ചമുളക് ഇതുപോലെ നെടുകെ കീറിയിട്ട് അതും ചേർക്കാം. എന്നിട്ട് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഈ സവാള ഏകദേശം നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇതിപ്പോൾ നല്ല എരിവുള്ള സാധാരണ മുളക് പൊടി തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മുളക് പൊടിയുടെ അളവൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളുടെ പച്ചമണം നന്നായി മാറി വരുന്നവരെ വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു വലിയ തക്കാളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. തക്കാളി നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരണം. അപ്പോൾ ചെറിയ തീയിൽ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഈ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ എടുക്കുന്ന അരിയുടെ വേവിനനുസരിച്ച് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചോറ് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചിട്ട് ഈ മസാലയിൽ മിക്സ് ചെയ്തെടുക്കാം. പക്ഷേ ഈ മസാലയിൽ നമ്മൾ അരി വേവിച്ചെടുക്കുകയാണെങ്കിൽ ചോറിൽ കുറച്ചും കൂടി ഈ മസാല നന്നായിട്ട് പിടിക്കും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് എപ്പോഴും നമ്മൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം, അപ്പോഴാണ് റൈസിൽ ഉപ്പ് നന്നായിട്ട് പിടിക്കുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നാൽ നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1/2 മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുതിർത്തെടുത്തിട്ടുള്ള അരിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം തിളച്ച് വരുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇത് സോക്ക് ചെയ്തെടുത്തിട്ടുള്ള അരി ആയതുകൊണ്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല വേവാൻ, പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. പിന്നെ നമ്മൾ ഇടയ്ക്ക് മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇപ്പം നമ്മുടെ റൈസ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ആ വെള്ളമൊക്കെ വറ്റി കറക്റ്റായിട്ടുണ്ട്. അരി ഒരുപാട് അങ്ങോട്ട് വെന്തുടഞ്ഞു പോകാൻ പാടില്ല. നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒടിയണം, അതാണ് അതിൻ്റെ പരുവ. ഇനി നമുക്ക് ഈ സമയത്ത് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ മൂടി വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് സമയം ഒന്ന് ആവി കയറ്റിയെടുക്കാം.
ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടിയും ചേർക്കാം. അപ്പോൾ ഒരു വലിയ ഉരുളക്കിഴങ്ങിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഏകദേശം 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഈ ഉരുളക്കിഴങ്ങിന് പകരം പിന്നെ നമ്മുടെ കയ്യിൽ ബ്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രെഡ് ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി, നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ കൂടെ കഴിക്കാൻ പ്രത്യേകിച്ച് ഒരു കറിയൊന്നും വേണമെന്നില്ല. അച്ചാർ, പപ്പടം, അതുപോലെ സലാഡൊക്കെ കൂട്ടിയിട്ട് അത് കഴിക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു എഗ് പുലാവിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്